അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ മന്തിയാണ്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യുന്ന പോലെയല്ല ഉണ്ടാക്കിയത്, വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ അരിക്ക് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. 1.5 കിലോ ചിക്കനാണ്. വലിയ തട്ടിൽ എന്താ ഇട്ട് വെച്ചാൽ ചോറ് ഊറ്റിയിടുമ്പോൾ ഇളക്കാനൊക്കെ ഉള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ വലിയൊരു ക്യാപ്സിക്കനും കൂടി അരിഞ്ഞ് ആഡ് ചെയ്താണ്. വലിയ 2 തക്കാളിയും അതേപോലെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ആക്കി നല്ലോണം പേസ്റ്റ് ചെയ്തിട്ട് അതുകൂടി ആഡ് ചെയ്യാം. അടുത്തത് ചെറിയ ജീരകം, പിന്നെ വലിയ ജീരകം പൊടിച്ചത്, ഏലക്കായി, ഗ്രാമ്പു, പട്ട അതൊക്കെ കുറച്ചിടുന്നുണ്ട്. പിന്നെ മന്തി മസാലയാണ്. അങ്ങനെ അളവും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഞാൻ എൻ്റെ മട്ടത്തിന് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് എല്ലാതും. പിന്നെ കളറാണ് ആഡ് ചെയ്യുന്നത്. ഇത് നിൽക്കുന്നത് താത്താൻ്റെ മോളാണ്. ഓള് ഞാൻ വീഡിയോ എടുത്തിട്ടെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അവിടെ. ഇങ്ങനെ അതിക്ക് 3 മാഗി ക്യൂബും അതേപോലെ എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ഇടുന്നുണ്ട്. വേറെ ഒന്നും എരിവിനായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള എരിവിനുള്ളിടത്തോളം ഇടണം. പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. താത്താൻ്റെ കുട്ടികൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് ഒരു വന്നതേനി. താത്താൻ്റെ ചെറിയ മോള് മന്തി ഉണ്ടാക്കി കഴിയണവരെ എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഈ മിക്സ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഓളെന്നെ എടുത്തിരുന്നേ. കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഓളെടുത്ത് തന്നിക്കണ്. പിന്നെ പെട്ടെന്ന് തന്നെ അതൊക്കെ വേവിക്കാൻ വെച്ച് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അടുത്തത് ചോറിനുള്ള വെള്ളം വെച്ചതാണ്. അതിലേക്ക് ഏലക്കയും ഗ്രാമ്പു പട്ടയൊക്കെ ഇട്ടിട്ട് കുറച്ച് സുറുക്കി ഒഴിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓയിലും ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ഞാൻ പിന്നെയും ചോറിട്ടതിന് ശേഷം അത്യാവശ്യം പിന്നെയും ആഡ് ചെയ്തേക്കണേ. ചിക്കൻ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണമൊക്കെ ഉണ്ട്. അതിന് വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങി വന്നിക്കണ്. തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള സോസും അതേപോലെ തന്നെ വൈറ്റ് സോസൊക്കെ വേഗം ഉണ്ടാക്കി വെച്ചു. അതൊക്കെ ആകുന്ന ടൈം കൊണ്ട് തന്നെ അപ്പോൾക്ക് ഇതാ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിക്കണ്. വേഗം അരിയൊക്കെ ഇട്ടു. പിന്നെ അതേപോലെ ചിക്കൻ ആയപ്പോൾ അത് ഓഫാക്കി. പിന്നെ അടുക്കളേൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ഒരു പ്ലേറ്റും കേൾക്കാതെ ഒക്കെ സിങ്കിലിട്ട് വെച്ചേക്കാണ്. അതൊക്കെ കേക്ക് വൃത്തിയാക്കി വെച്ചപ്പോൾ ചോറ് തായും ചെയ്തു. അതൊക്കെ വേഗം ഊറ്റിയെടുത്ത ചോറൊക്കെ ചിക്കൻ്റെ മുകൾക്കായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളമാണ് പറഞ്ഞത്, മഞ്ഞ കളറിൻ്റെ കയ്യിലില്ല. പിന്നെ റെഡ് കളറ് കലക്കിയ വെള്ളം കൂടി അതിൻ്റെ മുകളിൽ പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് സിമ്മിലിട്ട് കണ്ട് വേവിച്ചെടുത്തു. അപ്പോൾക്ക് രണ്ടാമത്തെ ട്രിപ്പ് പാത്രമൊക്കെ കഴുകാനായി. അതൊക്കെ കഴുകി വൃത്തിയാക്കിയപ്പോൾ ഒക്കെ ക്ലീനായി. പിന്നെ അതൊന്ന് ജസ്റ്റ് തുടച്ചെടുത്തു. മുഴുവൻ തുടച്ചിക്കണ്. അവിടെ മാത്രം ഒന്ന് അടിച്ചു വരുന്നതിന് പകരമായിട്ട് അങ്ങനെ തുടച്ചെടുത്തു. കുട്ടികൾ ഷാനു വണ്ടിയൊക്കെയാണ്, അപ്പം അതിൽ കയറിയിട്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം കുളിയൊക്കെ കഴിച്ച് അവരെ കൂടെയൊക്കെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഒരു 12:30 ആയപ്പോൾ അവർക്ക് വേഗം ചോറ് കൊടുത്തു. മന്തി ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം.